പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയൻ്റെ പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഫ്രിക്ക ഇന്ന് ക്രൈസ്തവരുടെ ശവപ്പറമ്പായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സുഡാനിൽ ആഭ്യന്തര കലാപം, നൈജീരിയയിൽ മനുഷ്യക്കുരുതിയുടെ തുടർ കഥ. ദിനംപ്രതി സോഷ്യൽ മീഡിയയിൽ ഇവിടെ വീഡിയോകൾ പ്രചരിക്കുകയാണ്. മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. മനുഷ്യനെ വളരെ ഹീനമായിട്ട് കൊല ചെയ്യുന്ന കാഴ്ചകൾ. എന്നെ വേദനിപ്പിച്ചത് ഇതെല്ലാം കണ്ടിട്ട് ആരും പ്രതികരിച്ചില്ല എന്നതാണ്. ചിലയിടങ്ങളിലെ സംഭവവികാസങ്ങൾ ചില സമൂഹങ്ങളെ പെരുപ്പിച്ച് കാണിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ ലോകശ്രദ്ധ നേടുവാനായിട്ട് മാധ്യമങ്ങൾ വളരെ മത്സരിക്കുകയും ചെയ്യുകയുണ്ടായി. ഈ ഹീനമായ കൂട്ടക്കുരുതി കണ്ടിട്ട് ആരും പ്രതികരിച്ചില്ല. ഗാസയ്ക്ക് വേണ്ടി ശബ്ദമൊഴുക്കിയ ലോകം ഇവിടെ പരിപൂർണമായിട്ടുള്ള നിശബ്ദതയാണ് പുലർത്തിയത്. മാധ്യമങ്ങൾ ഏറ്റെടുത്തില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ, ലോക നേതാക്കന്മാർ, രാഷ്ട്രീയക്കാർ, മറ്റ് സാംസ്കാരിക നേതാക്കന്മാർ ഒന്നും പ്രതികരിച്ചില്ല, അപലപിച്ചില്ല. എല്ലാറ്റിനേക്കാൾ ഉപരിയായിട്ട് ആരും ഇതേക്കുറിച്ച് സംസാരിക്കുക പോലും ചെയ്തില്ല. ഒരു ചോദ്യം, ഒരു ചോദ്യം, ഇവർ മനുഷ്യമക്കളല്ലേ? ഇവരും ദൈവത്തിൻ്റെ മക്കളല്ലേ? ഇവരിലും ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യമല്ലേ നിലകൊള്ളുന്നത്? ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും ഭാഷയുടെയും പേരിൽ മനുഷ്യരെ മാറ്റി നിർത്തുന്നതും കൊല്ലുന്നതും ഈ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കുവാനായിട്ട് ശ്രമിക്കുന്നതും ഒരിക്കലും നീതീകരിക്കുവാനായിട്ട് സാധിക്കാത്ത ഒന്നാണ്. ഇവയ്ക്കെതിരെ കണ്ണടക്കുന്നതും പ്രതികരിക്കാത്തതും മാപ്പർഹിക്കാത്ത ഒന്നാണ്. ഈ AI യുഗത്തിൽ പോലും മനുഷ്യർക്ക് ജാതിക്കും മതത്തിനും അപ്പുറം ചിന്തിക്കുവാനായിട്ട് സാധിക്കാത്ത രീതിയിൽ ലോകമിന്ന് ചുരുങ്ങിയിരിക്കുകയാണ്. വളരെ ദയനീയമായ അവസ്ഥയാണത്. ഇന്നിൻ്റെ സമൂഹത്തിൻ്റെ ശാപമാണ് നിസ്സംഗതയും അനീതിക്കെതിരെ പ്രതികരിക്കാത്തത്. അനീതിക്കെതിരെ ശബ്ദിക്കുവാനായിട്ട് ഇന്ന് പലർക്കും ഭയമാണ്, പേടിയാണ്. വളരെ കുറച്ചു പേർ മാത്രമാണ് പ്രതികരിക്കാറുള്ളത്. ഇന്നത്തെ വചനഭാഗത്ത് അനീതിക്കെതിരെ പ്രതികരിക്കുന്ന ഈശോയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ മത അധ്യക്ഷന്മാർ ദുരിതപൂർണമാക്കി മാറ്റിയപ്പോൾ, ദേവാലയത്തിൽ ആത്മീയ കച്ചവടം നടത്തിയപ്പോൾ അതിനെതിരെ ഈശോ പ്രതികരിക്കുകയാണ്. ഈശോ തൻ്റെ പരിസ്ഥിതിത്തിൻ്റെ കാലഘട്ടത്തിൽ പലപ്പോഴും അനീതിക്കെതിരെ പ്രതികരിച്ചതായിട്ട് സുവിശേഷങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന്, നിയമജ്ഞരും ഫരിസ്യരും സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കിയപ്പോൾ, ബുദ്ധിമുട്ടുള്ളതാക്കി മാറ്റിയപ്പോൾ, അതായത് ദൈവിക നിയമങ്ങളാൽ അവരെ ബുദ്ധിമുട്ടിച്ചപ്പോൾ ഈശോ അവർക്കെതിരെ പ്രതികരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അവരെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നതായിട്ട് നമുക്ക് സുവിശേഷങ്ങൾ പല സ്ഥലങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. മത്തായി 23 മുതൽ 27 വരെ വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നത്: കപട നാട്യക്കാരായ നിയമജ്ഞരെ ഫരിസ്യരെ, നിങ്ങൾക്ക് ദുരിതം! നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം എന്നിവയ്ക്ക് ദശാംശം കൊടുക്കുകയും നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി, കാരുണ്യം, വിശ്വസ്തത എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നു. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ. കപട നാട്യക്കാരായ നിയമജ്ഞരെ ഫരിസ്യരെ, നിങ്ങൾക്ക് ദുരിതം! നിങ്ങൾ പാനപാത്രത്തിൻ്റെയും ഭക്ഷണപാത്രത്തിൻ്റെയും പുറം വെടുപ്പാക്കുന്നു, എന്നാൽ അവയുടെ ഉള്ളിൽ കവർച്ചയും ആർത്തിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കപടനാട്യക്കാരെ നിയമജ്ഞരെ ഫരിസ്യരെ, നിങ്ങൾക്ക് ദുരിതം! നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശരാണ്. അവരുടെ അനീതി നിറഞ്ഞ പ്രവൃത്തികൾക്കെതിരെ ഈശോയുടെ വിമർശനത്തിൻ്റെ വാക്കുകൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് ദർശിക്കുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ വചനഭാഗത്തും അനീതിക്കെതിരെ പ്രതികരിക്കുന്ന ഈശോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അനീതി നിറഞ്ഞ പ്രവൃത്തികൾക്കെതിരെ ഈശോയുടെ വിമർശനത്തിൻ്റെ വാക്കുകൾ മാത്രമല്ല, മറിച്ച് അനീതിക്കെതിരെ ചാട്ടവാറെടുക്കുന്ന ഈശോയാണ് നമുക്കിന്ന് സുവിശേഷത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു: യഹൂദരുടെ പെസഹ അടുത്തിരുന്നാൽ യേശു ജെറുസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റുന്നിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടിയുണ്ടാക്കി അവരെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്നും പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു.
പ്രാവുകൾ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്നും എടുത്തു കൊണ്ടുപോകുവിൻ. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. യഥാർത്ഥത്തിൽ അവിടെ നടമാടിയ ആത്മീയ കച്ചവടത്തിന് എതിരെയാണ് ഈശോ പ്രതികരിച്ചത്. ആത്മാവില്ലാത്ത ആചാരങ്ങളും ഭക്ത അനുഷ്ഠാനങ്ങൾക്കുമെതിരെയാണ് ഈശോ ചാട്ടവാറെടുത്തത്. പുരോഹിതരും ലേവായരും ജെറുസലം ദേവാലയത്തെ ആത്മീയ കച്ചവടത്തിൻ്റെ സ്ഥലമാക്കി മാറ്റിയിരുന്നു. സാധാരണ ജനങ്ങൾ അർപ്പിക്കേണ്ട നേർച്ച കാഴ്ചകളാണ് അവിടെ ദേവാലയത്തിൽ വിൽപ്പനയ്ക്ക് വച്ചിരുന്നത്. എന്നാൽ ഈ വസ്തുക്കൾ അമിത വിലയ്ക്ക് നൽകി സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ബുദ്ധിമുട്ടുള്ളതാക്കി മാറ്റി തീർത്ത് ദേവാലയം യഥാർത്ഥത്തിൽ ഒരു കച്ചവട കേന്ദ്രമായി മാറ്റി. ഇവയ്ക്ക് ലേവായരും പുരോഹിതരും കൂട്ടുനിൽക്കുകയും അതിൽ നിന്നും ഒരു വിഹിതം കൈപ്പറ്റുകയും ചെയ്തിരുന്നു. ദൈവത്തിൻ്റെ പേരിലുള്ള ഈ ആത്മീയ കച്ചവടം ഈശോയ്ക്ക് സഹിക്കുവാനായിട്ട് സാധിച്ചില്ല. മാത്രമല്ല, സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതായിരുന്നു അവരുടെ പ്രവൃത്തികൾ. അതിനാൽ തന്നെയാണ് ഈശോ ഈ രീതിയിൽ പ്രതികരിച്ചത്. ഈശോയുടെ ഈ പ്രതികരണം ഒരുപക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തിയേക്കാം. കാരണം പലപ്പോഴും വളരെ ശാന്തനായിട്ട് പെരുമാറുന്ന ഈശോ എന്തുകൊണ്ടാണ് വളരെ രൂക്ഷമായിട്ട് പ്രതികരിച്ചതെന്ന്, അനീതിക്കെതിരെയുള്ള ഈശോയുടെ പ്രവർത്തനമാണ് ഇവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കുക. ഒപ്പം മറ്റൊരു പ്രധാന വിഷയം കൂടി ഈശോയുടെ ഈ പ്രവൃത്തിയിൽ കാണുവാനായിട്ട് സാധിക്കും. ജെറുസലം ദേവാലയം യഹൂദരുടെ ആരാധന കേന്ദ്രമായിരുന്നു. എന്നാൽ എല്ലാ യഹൂദരുടെയും ഒരു അഭിമാനമായിരുന്നു വളരെ പ്രൗഢിയുമായി നിറഞ്ഞ ജെറുസലം ദേവാലയം. അതിൻ്റെ സാർവത്രിക മാനം മാനിച്ച് വിജാതിയർക്ക് ഒരിടം ജെറുസലേമിൽ ദേവാലയത്തിൻ്റെ പുറം ഭാഗത്ത് അനുവദിച്ചിരുന്നു. യഹൂദരല്ലാത്തവർക്ക് പ്രവേശിക്കുവാൻ അനുവാദമുള്ള ഏക സ്ഥലം അതുമാത്രമായിരുന്നു. ബലിയർപ്പണത്തിനായിട്ട് കാളകൾ, ആടുകൾ, പ്രാവുകൾ എന്നിവയെ വിൽക്കുവാൻ യഹൂദ വ്യാപാരികൾ അവിടെയാണ് ഇടം കണ്ടെത്തിയത്. ഒടുവിൽ വന്നു നിൽക്കുന്നത് വിജാതിയരുടെ ഈ പ്രാർത്ഥന സ്ഥലത്താണ്. അത് വിജാതിയരോടുള്ള അനീതി കൂടിയായിരുന്നു. ദൈവത്തെ അന്വേഷിച്ചു വരുന്ന വിജാതിയർക്ക് ആത്മീയ ഇടവും ആരാധന മണ്ഡപവും ഒരുക്കുന്നതിന് പകരം അത് കച്ചവട സ്ഥലമാക്കിയതിനെതിരെയാണ് യേശു പ്രതികരിച്ചത്. ഈശോയുടെ ഈ പ്രതികരണത്തിൻ്റെ ശൈലിയും കാണുവാൻ സാധിക്കും. അവിടുന്ന് ചാട്ടവാറുകൊണ്ട് ആരും അടിച്ചില്ല, മറിച്ച് പുറത്താക്കുക മാത്രമാണ് ചെയ്തത്. മറ്റൊരിക്കൽ നമ്മൾ കാണുന്നുണ്ട്, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസേരും ചേർന്ന് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നതായിട്ട്. അവിടെയും കാണുവാൻ സാധിക്കുക, അവരുടെ ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന ഈശോയാണ്, നീതിക്ക് വേണ്ടി പ്രതികരിക്കുന്ന കർത്താവിനെയാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുക. ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഒരു ജീർണതയാണിത്. അനീതിയെ എതിർക്കാതെ ഇരിക്കുക എന്നത്, നീതിക്ക് വേണ്ടി സംസാരിക്കാതെ മൗനം അവലംബിക്കുക എന്നത്. പലർക്കും സംസാരിക്കുവാനായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷേ പേടിയാണ്, ഭയമാണ്. എന്നാൽ ഈശോ നമുക്ക് കാണിച്ചു തരുന്ന മാതൃക എന്നത് എന്ത് വില കൊടുത്തും നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നതാണ്. പ്രതികരണശേഷി നഷ്ടപ്പെടുത്താതെ നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നതാണ്, പോരാടുക എന്നതാണ്. ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ തിന്മകൾക്കെതിരെ പോരാടുവാനും നിലകൊള്ളുവാനും ശബ്ദമുയർത്തുവാനും സഭ ഇന്ന് ദിനം നമ്മളെ ക്ഷണിക്കുകയാണ്. ഓർക്കുക, ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ തിന്മകൾക്കെതിരെ പോരാടുവാനും നിലകൊള്ളുവാനും നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട മർമ്മപ്രധാനമായ കാര്യം, ഞാനാകുന്ന ദേവാലയത്തിൽ തിന്മയുടെ സ്വാധീനവും മറ്റും ഉണ്ടോ എന്നാണ്. അങ്ങനെയെങ്കിൽ എന്നിൽ നിന്നുമുള്ള തിന്മയാണ് ഞാൻ ആദ്യം വേരോടുകൂടെ പറിച്ചു നിൽക്കേണ്ടത്. ആ തിന്മകൾക്കെതിരെയാണ് ഞാൻ ആദ്യം നിലകൊള്ളേണ്ടതും പോരാടേണ്ടതും. യേശുവിൻ്റെ ദേവാലയ ശുദ്ധീകരണം ഒരിക്കൽ നടന്ന ചരിത്ര സംഭവം മാത്രമല്ല, അത് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടേണ്ട ഒരു ആത്മീയ വിളിയാണ്. നമ്മുടെ ആത്മീയ പുനഃസ്ഥാപനത്തിനുള്ള വിളിയാണ്. ദൈവത്തിനായിട്ട് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുവാനായിട്ടുള്ള ആഹ്വാനം, തിന്മയ്ക്കെതിരെ നിലകൊള്ളുവാനും പോരാടുവാനും ശബ്ദമുയർത്തുവാനുമായിട്ടുള്ള ആഹ്വാനം. അതിനായിട്ട് നീതിയുടെ ചാട്ടവാറ് നമ്മുടെ കയ്യിൽ വേണം. തിന്മകൾക്കെതിരെ പോരാടുവാനും നിലകൊള്ളുവാനും ശബ്ദമുയർത്തുവാനും സാധിക്കുന്ന ഒരു ചാട്ടവാറായി നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് നമ്മൾ തയ്യാറാണോ? നീതിയുടെ ചാട്ടവാറായിട്ട് മാറുവാനായിട്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.